വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ ഒന്ന് ലഘുവായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. 1962 യഹ്യ സിൻവാർ ജനിക്കുന്നത്. 1947 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ മജിദുൽ അസ്കനാലിൽ നിന്ന്, അതായത് ഇപ്പോൾ അഷ്കലോൺ എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്, ഇസ്രായേലിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഗസയിലേക്ക് കുടിയേറി പാർത്ത, നാട് വിട്ടു പോകുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രായേലി ആക്രമണങ്ങളും അതേപോലെ തന്നെ ദുരിതപൂർണമായ ജീവിതവും കണ്ടും കേട്ടും ആണ് അദ്ദേഹം പിന്നീട് അവിടെ വളരുന്നത്. അങ്ങനെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം അറബി ഭാഷയിൽ ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ 1982 അതിൻ്റെ പേരിൽ അദ്ദേഹം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ജയിൽ മോചിതനായതിനു ശേഷം 1987 ഹമാസ് എന്ന സംഘടന രൂപീകൃതമായപ്പോൾ അതിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് മാറി. 1988 അദ്ദേഹത്തെ വീണ്ടും ഇസ്രായേൽ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. 2 ഇസ്രായേൽ സൈനികരുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ്. ആ കേസിൽ 4 ജീവപര്യന്തം തടവാണ് അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടത്. 2006 ഹമാസിൻ്റെ അൽഖസാം ബ്രിഗേഡ് ഇസ്രായേലിലേക്കൊരു തുരങ്കം നിർമ്മിച്ച് അങ്ങനെ ഒരു ഇസ്രായേൽ സൈനിക പോസ്റ്റ് ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ഗിലാദ് ഷാലിദ് എന്ന ഒരു ഇസ്രായേലി സൈനികനെ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തു. ഇയാളെ ഏതാണ്ട് 5 വർഷത്തോളം ഹമാസ് തടവിൽ പാർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ സൈനികനെ വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് യഹ്യ സിൻവാറിനെ വിട്ടുകൊടുക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, ഏതാണ്ട് 1027 ഫലസ്തീൻ തടവുകാരെയും കൂടി വിട്ടേക്കണം എന്ന ഡിമാൻഡ് ഇസ്രായേൽ ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ആണ് യഹ്യ സിൻവാർ ജയിൽ മോചിതനാകുന്നത്. 2017 അദ്ദേഹം ഹമാസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഹമാസിൻ്റെ ഈ തുരങ്കങ്ങളുടെയൊക്കെ സൂത്രധാരൻ, ടണലുകളുടെയൊക്കെ സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 2021 മെയ് 15 യഹ്യ സിൻവാറിൻ്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെങ്കിലും അദ്ദേഹം ആ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായത്. 2017 മുതൽ ഹമാസിൻ്റെ നേതാവായി തുടരുന്നുണ്ട് എങ്കിലും സിൻവാർ വളരെ അപൂർവമായി മാത്രമേ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. 2021 മെയ് 27 നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാൽനടയായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയുണ്ടായി. സിൻവാർ അപ്പോൾ പ്രഖ്യാപിച്ചത്, ഞാൻ നടന്നാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്നെ കൊല്ലാമെങ്കിൽ കൊല്ലാം എന്ന് അദ്ദേഹം ധൈര്യസമേതം വെല്ലുവിളിച്ചു. പക്ഷേ ഇന്നും അദ്ദേഹം വളരെ സജീവമായി തന്നെ ഹമാസിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പുതിയ നേതാവായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.